നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സംഗതി കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പക്ഷേ അന്ധവിശ്വാസങ്ങൾക്ക് ഇന്നും ശക്തമായ വേരോട്ടമുള്ള നാടാണ് ചൈന. 2 പതിറ്റാണ്ടായി ഒരു ആശുപത്രിയുടെ വാതിൽക്കൽ ഭാഗ്യചിഹ്നമായി ഇരുന്ന പ്രതിമ കഴിഞ്ഞ ദിവസം എടുത്ത് മാറ്റി. ചിലർ ചൈനീസ് സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ഭാഗ്യപ്രതിമയ്ക്ക് സ്ഥാനചലനമുണ്ടായതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. സെൻട്രൽ ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ യുഷൌ സെക്കൻഡ് പീപ്പിൾസ് ഹോസ്പിറ്റലായിരുന്നു സംഭവം. ചൈനയിലെ ഐതിഹ്യ കഥകളിലെ ഒരു പ്രധാന കഥാപാത്രമാണ് പിക്സിയു. പിക്സിയുവിന്റെ പ്രതിമ വീട്ടിലോ വ്യാപാര സ്ഥാപനങ്ങളിലോ ഒക്കെ വച്ചാൽ സമ്പത്ത് കുമിഞ്ഞുകൂടും എന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. പിക്സിയുവിന് വലിയ വായയാണ്, അതുവഴി സ്വർണവും വെള്ളിയും എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പിക്സിയു എന്ന ഭാഗ്യചിഹ്നം ഒരു ചൈനീസ് ഐതിഹ്യ മൃഗമാണ്. സമ്പത്ത് ആകർഷിക്കാനും അവ പുറത്തു പോകാതെ നിലനിർത്താനും ഈ ഭാഗ്യപ്രതിമയ്ക്ക് കഴിയുമെന്ന് ചൈനയിലെ ഫെങ് ഷൂയി വിശ്വാസം അവകാശപ്പെടുന്നു. ഡ്രാഗൺ, ഫീനിക്സ്, ആമ, ക്വിലിൻ എന്നിവയ്ക്കൊപ്പം 5 ശുഭകരമായ ചൈനീസ് പുരാണ ജീവികളിലൊന്നാണ് പിക്സിയു എന്ന് അറിയപ്പെടുന്ന ഭാഗ്യമൃഗം. ഈ ഭാഗ്യമൃഗം സ്വർണവും വെള്ളിയും ഭക്ഷിക്കും. അതിനായി ഒരു വലിയ വാ തന്നെ ഈ മൃഗത്തിനുമുണ്ട്. ഇത് ഭാഗ്യം കൊണ്ടുവരും. പക്ഷെ ഭാഗ്യം കൊണ്ടുവരും എന്ന് വിശ്വസിച്ചിട്ടും ഈ പ്രതിമ കാരണം വിവാദത്തിലായ ഒരു ആശുപത്രിയുമുണ്ട് ചൈനയിൽ. സെൻട്രൽ ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ യുഷൌ സെക്കൻഡ് പീപ്പിൾസ് ഹോസ്പിറ്റലാണത്. ഇവിടെ രോഗികളെ പ്രവേശിപ്പിക്കുന്ന വിഭാഗത്തിന്റെ മുന്നിൽ തന്നെ 2 പിക്സിയു പ്രതിമകൾ വെച്ചിട്ടുണ്ട്. ആശുപത്രിക്ക് മുന്നിലുള്ള ഈ പിക്സിയു പ്രതിമയുടെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ പേരുടെ വിമർശനത്തിന് കാരണമായി. വിശ്വാസപ്രകാരം ആശുപത്രിക്ക് അകത്തു പോകുന്നയാൾ പുറത്തു വരില്ലെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി പേർ എഴുതി. ആശുപത്രിയിലേക്ക് പോകുന്ന രോഗി തിരിച്ചു വരില്ലെന്ന പ്രചാരണം ശക്തമായതിനു പിന്നാലെ ജനുവരി 23-ന് പ്രതിമ മാറ്റാൻ ആശുപത്രി അധികൃതർ നിർബന്ധിതരായി. കഴിഞ്ഞ 20 വർഷമായി ആ പ്രതിമകൾ ആശുപത്രി കവാടത്തിൽ ഉണ്ടായിരുന്നെന്നും ഇത് ആദ്യമായാണ് ഇത്തരമൊരു പരാതി ഉന്നയിക്കപ്പെടുന്നതെന്നും ആശുപത്രി ജീവനക്കാർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇത് വലിയ വിവാദത്തിനാണ് വഴിതെളിച്ചത്. രോഗികൾക്ക് അസുഖം കൂടാനും അവർ മരിക്കാനും ഇത് കാരണമായി തീരും എന്നായിരുന്നു ആളുകളുടെ വിശ്വാസം. 20 വർഷത്തിലേറെയായി പിക്സിയുവിന്റെ 2 പ്രതിമകൾ അവിടെയുണ്ട്. എന്നാൽ ഇത്ര വർഷകാലമായിട്ടും ആരും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴാണ് ഇതിനെതിരെ വിമർശനം വരുന്നത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും ആളുകളുടെ വിമർശനത്തെ തുടർന്ന് ഈ പ്രതിമകൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സമ്പത്ത് കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്ന പിക്സിയുവിന്റെ പ്രതിമ ഇന്ന് ചൈനയിലെ മിക്ക വീടുകളുടെയും റെസ്റ്റോറന്റുകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും എല്ലാം മുന്നിലായി കാണാം. പുറത്തുള്ള സമ്പത്തുകളെ ആകർഷിച്ച് അത് തന്റെ വലിയ വായ കൊണ്ട് വിഴുങ്ങുമെന്നാണ് ആളുകളുടെ വിശ്വാസം. പിക്സിയുവിന് മലദ്വാരമില്ല, അതിനാൽ തന്നെ ഈ സമ്പത്ത് പുറത്തോട്ട് പോവില്ല എന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് പുറത്തുനിന്ന് സമ്പത്ത് വലിച്ചെടുത്ത് അകത്ത് വയ്ക്കുമെന്നാണ് വിശ്വാസം. സമ്പന്നർ സ്വർണം, വെള്ളി അല്ലെങ്കിൽ ജേഡ് എന്നിവ കൊണ്ട് നിർമ്മിച്ച പിക്സിയു ചാം ബ്രേസ്ലെറ്റുകൾ ധരിക്കാറുമുണ്ട്. ഇടത് കൈത്തണ്ടയിൽ ഇവ ധരിച്ചാൽ ശരീരത്തിൽ ഊർജ പ്രവാഹം ഉണ്ടാകുമെന്നാണ് മറ്റൊരു വിശ്വാസം. അതേസമയം കുട്ടികളും വൃദ്ധരും ഇവ ധരിക്കരുതെന്നും ഈ വിശ്വാസം നിഷ്കർഷിക്കുന്നുണ്ട്.